ഹായ് ഹലോ പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, സർവം മായ. നല്ലൊരു സിനിമയായിരുന്നു. നല്ല കുടുംബാന്തരീക്ഷത്തിൽ ഉള്ള ഒരു കഥ. കുറേ നാളുകൾക്ക് ശേഷം ഒരുപാട് ഇടിയും ബഹളവും ഒന്നും ഇല്ലാത്ത ഒരു സമാധാനപൂർണ്ണമായിട്ടൊരു സിനിമ കാണാൻ കഴിഞ്ഞു. വളരെ രസമുള്ള ഒരു സിനിമയാണ്, കണ്ടിരിക്കാൻ പറ്റും. നല്ലൊരു സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ നിവിൻ പോളി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് കേട്ടോ. ആ കഥാപാത്രത്തിന് ഇടയ്ക്ക് വെച്ച് പൈസയ്ക്ക് അല്പം സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു 200 രൂപ കടം ചോദിക്കുന്നുണ്ട്. അച്ഛനോടും ചോദിക്കും, അച്ഛൻ കൊടുക്കത്തില്ല. അത് കഴിയുമ്പോൾ വല്യച്ഛനായിട്ട് അഭിനയിക്കുന്ന ജനാർദ്ദനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജനാർദ്ദനൻ പറയുന്നുണ്ട്, നിനക്ക് കഷ്ടപ്പാടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, പക്ഷേ നിൻ്റെ ബുദ്ധിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ നീ ബുദ്ധി പ്രയോഗിച്ച് പൈസ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആലോചിക്കുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു വാക്കിൽ നിന്ന് അവൻ നല്ല പൈസ ഉണ്ടാക്കാൻ പഠിച്ചു എന്നുള്ളതാണ് അത്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലെ കഷ്ടകാലമാണ്, ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് മടി പിടിച്ച് വീട്ടിലിരുന്ന് സമയം കളയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ അവരുടെ സമയദോഷം പറഞ്ഞ് കരഞ്ഞ് പരിതപിച്ചിരുന്നിട്ട് വലിയ കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾക്ക് എപ്പോഴും ഒരേ സമയം നല്ല സമയമൊന്നും ആയിരിക്കത്തില്ല. നല്ല കഷ്ടകാലങ്ങളുണ്ടാകുന്ന സമയം വരും, പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയം വരും, അത് എല്ലാം ഉണ്ടാവും. അപ്പോഴും അതൊരു ജീവിതമാണല്ലോ. ജീവിതത്തിൽ അങ്ങനെ പല പ്രതിസന്ധികളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. അപ്പോഴും നമ്മൾ അത് എങ്ങനെ മുന്നേറാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ജീവിതത്തിൽ തളർന്ന് ഇരിക്കുകയല്ല. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്, പൈസ ഇല്ല, അവർക്ക് സ്വന്തമായിട്ട് എടുക്കാൻ ഒരു 5 പൈസ ഇല്ലാതെ വിഷമിച്ച് ഡിഗ്രിയും MSCയും BEdും ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. രാവിലെ എഴുന്നേൽക്കുക, കൊച്ചുങ്ങളെ ഒരുക്കുക, സ്കൂളിൽ വിടുക, പിന്നെ വെറുതെ വീട്ടിൽ ഇരിക്കുക. അല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും ഭർത്താവിൻ്റെ വരുമാനം തുച്ഛമായൊരു വരുമാനത്തിലൊക്കെ ജീവിക്കുന്ന, ജീവിത പ്രതിസന്ധി നേരിടുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക. ഇപ്പോൾ ഏത് ബിസിനസ് തുടങ്ങണമെങ്കിലും മൂലധനം വേണമല്ലോ. അപ്പോഴത്രയ്ക്ക് പൈസയൊന്നും ചിലവാക്കാൻ ഇല്ലെങ്കിൽ ചെറിയ ചെറിയ സംരംഭങ്ങളായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ടായിരിക്കും. ആ കഴിവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഇപ്പം തയ്ക്കാൻ കഴിവുള്ള കുട്ടികളുണ്ടല്ലോ, അവർ ആദ്യമൊക്കെ പണ്ടൊക്കെ പഠിച്ച് കാണും, പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ തയ്യലുമായിട്ടുള്ള ടച്ചൊക്കെ വിട്ടെങ്കിൽ ഇപ്പോൾ അടുത്തുള്ള കടയിൽ എവിടെയെങ്കിലും പോയി തയ്യൽ കുറച്ചൊന്ന് അവർക്കത് മറന്നു പോകത്തൊന്നുമില്ല. നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു കാര്യവും, ഡ്രൈവിംഗ് ആയാലും തയ്യലായാലും ഡാൻസ് ആയാലും ഒന്നും നമ്മൾ അങ്ങനെ പഠിച്ച ഒരു ഇതൊന്നും അങ്ങ് മറന്നൊന്നും പോകത്തില്ല. നമ്മളത് ഒന്നുകൂടെ ഒന്ന് പോളിഷ് ചെയ്ത് തേച്ച് എനിക്ക് എടുക്കണമെന്നേ ഉള്ളൂ. ഒരു 2-3 ദിവസം, ഒരാഴ്ച പോകുമ്പോൾ തന്നെ പഠിച്ചെടുക്കും. എന്നിട്ട് സ്വന്തമായിട്ടൊരു തയ്യൽ മെഷീൻ മേടിച്ച് വീട്ടിലിട്ട് അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തയ്ച്ചു കൊടുത്താൽ ഇപ്പോൾ ഒരു ബ്ലൗസിനൊക്കെ എത്ര രൂപയുണ്ടെന്നറിയാമോ? 500 രൂപയൊക്കെ ഒരു ബ്ലൗസ്, ലൈനിങ്ങൊക്കെ ഉള്ള ബ്ലൗസ് തയ്ച്ച് കിട്ടുന്നതിന്. അല്ല സാധാ ബ്ലൗസ് തയ്ച്ച് കിട്ടാലും ഉണ്ട്. അതുപോലെ ചുരിദാർ തയ്ക്കുക. അല്ല അതിൻ്റെ കൂടെ ചേർന്ന് നമുക്കൊരു ബൊട്ടിക്കൊക്കെ വേണമെങ്കിൽ തുടങ്ങി, എന്ന് വെച്ചാൽ തയ്യലറിയാമെങ്കിൽ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ തയ്ച്ച് കൊടുക്കാമല്ലോ, നൈറ്റി അതേപോലെ. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സംരംഭം കണ്ടെത്തുക. അതുപോലെ നമുക്ക് പാചകം ചെയ്യാൻ അറിയാമെങ്കിൽ ഊണ്, അത് ചെറിയ രീതിയിൽ, ഒരുപാട് തുടക്കത്തിൽ തന്നെ വലിയ ഹോട്ടൽ അതുപോലെ ഉണ്ടാക്കണമെന്നല്ല, ചെറിയ രീതിയിലൊരു ഊണ് വീടിനോട് ചേർന്ന് വേണമെങ്കിൽ ഒരു വീട്ടിൽ ഊണ് പോലെയൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്കും ആഹാരത്തിനോടാണ്, നല്ല ആഹാരം എവിടെ കിട്ടുന്നു അവിടെ ആൾക്കാർ ഇഷ്ടം പോലെ കയറും. അതിനാണിപ്പോൾ ഒരുപാട് പ്രൊമോഷനുള്ളത്. അങ്ങനെ അതൊക്കെ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാവുന്നതാണ്. പിന്നീട് പലഹാരം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് പലഹാരം ഉണ്ടാക്കി നമുക്ക് അടുത്തുള്ള കടകളിലൊക്കെ കൊടുക്കുകയോ അതൊക്കെ ചെയ്യാം. പിന്നീട് കൂൺ കൃഷി ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച്. അത് വലിയ നല്ല ഇതായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷേ പിന്നീട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ കൂൺ കൃഷിക്ക് ഈ വിത്തൊക്കെ കിട്ടാൻ വലിയ പാടാണ്. ആ സമയത്ത് പിന്നെ കൂൺ കൃഷിയുടെ അത് കുറഞ്ഞു വന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ കൃഷിഭവനൊക്കെ നന്നായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വീട്ടിൽ ചെയ്യുന്നുണ്ട്. കച്ചിലൊക്കെ വേണം. ഇപ്പോൾ കച്ചിലിൻ്റെ ആവശ്യമില്ലെന്ന് ആൾക്കാർ പറഞ്ഞു. ഇവിടെ അടുത്തൊക്കെ ഒരു പയ്യനൊക്കെ കൂൺ കൃഷി ചെയ്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുതരുന്നുണ്ട്. നല്ല കഷ്ടപ്പാടാണ്, ഇച്ചിരി കഷ്ടപ്പാടുള്ള ജോലി, എങ്കിലും അത് നല്ല വിലയും കിട്ടും. അതുപോലെ പെട്ടെന്ന് വിറ്റ് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും കഴിവ്, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതിനെ പുറത്തെടുത്ത് അതിനെ നമുക്ക് എന്തൊക്കെ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മുടെ ബുദ്ധി പ്രയോഗിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന പ്രമേയം. അതുപോലെ ട്യൂഷൻ എടുത്തു കൊടുക്കുക. എത്രയും പഠിച്ച കുട്ടികളൊക്കെ അല്ലേ, വീട്ടിൽ കുട്ടികൾക്ക് എന്തായാലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 10 പിള്ളേർക്ക് ട്യൂഷൻ എടുത്തു കൊടുത്താൽ മതി.
2-3 മണിക്കൂർ കളഞ്ഞാൽ മതി. ചിലപ്പോൾ ഒരു വിഷയത്തിന് എടുത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കെമിസ്ട്രി, ഫിസിക്സോ ഹിന്ദിയോ ഏത് വിഷയത്തിന് വേണമെങ്കിലും എടുക്കാം. മൊത്തത്തിൽ എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് ട്യൂഷൻ എടുത്ത് കൊടുത്താലും അവരവരുടെ ജീവിതത്തിനുള്ള ആവശ്യത്തിനുള്ള പൈസ എന്തായാലും കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ട്യൂഷൻ എടുക്കാം. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ ശ്രമിക്കുന്നുണ്ട്, നല്ല ഓൺലൈനിൽ ട്യൂഷൻ എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ നോക്കും. അതിനകത്ത് ഇപ്പോഴത്തെ എല്ലാവർക്കും മൊബൈൽ വെച്ച് എല്ലാം അറിയാമേ. പിന്നെ ഒരു ലാപ്ടോപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് അങ്ങനെ വേണമെങ്കിലും ട്യൂഷൻ എടുത്ത് കുട്ടികൾക്ക് ഈ കല്യാണം കഴിച്ച് വെറുതെ ഇരിക്കുന്ന കുട്ടികളോടാണ് ഞാനിതൊക്കെ പറയുന്നത്. അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ വീട്ടമ്മമാരായാലും ഇപ്പം ഉത്തരവാദിത്വമൊക്കെ ഒരുവിധം ആയിക്കഴിഞ്ഞ് പിന്നെ നമുക്കുള്ള ഈ പൈസ എല്ലാം വിഷമിച്ചിരിക്കുന്ന ഇപ്പോൾ കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ ഉണ്ട്. കുടുംബശ്രീ യൂണിറ്റുകളിലൊക്കെ ഒരുപാട് സഹായങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ചവിട്ടുമെത്ത നിർമ്മാണം, മെഴുകുതിരി നിർമ്മാണം, കൊതുകുതിരി നിർമ്മാണം, പിന്നെ ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നത്, സ്ക്വാഷ് ഉണ്ടാക്കുന്നത്, പിന്നെ ഹോട്ടലൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഗ്രൂപ്പായിട്ട് ചെയ്യണം. അതുപോലെ ലോൺ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്ത് അടയ്ക്കുകയും വേണം. അതൊക്കെ ചെയ്താൽ മാത്രമേ അത് ലാഭത്തിൽ പോകത്തുള്ളൂ. പക്ഷേ അത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ സ്ത്രീകൾ ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ആരും ഇപ്പം അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ നല്ല രീതിയിൽ എത്തുന്നതുകൊണ്ട് ആരും അങ്ങനെ ചുമ്മാതിരിക്കുന്നില്ല. എങ്കിലും കുറേ വീട്ടമ്മമാർ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുടുംബശ്രീക്ക് അടയ്ക്കാനും പൈസയില്ല. പിന്നെ കുറേ ലിങ്കേജ് ലോൺ അവരവിടെ ഇവിടെ നിന്നൊക്കെ മേടിച്ച് മുത്തൂറ്റ് എല്ലാൻ്റെയും എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കും. എന്നിട്ട് നമ്മൾ ഒരു വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയൊക്കെ അടയ്ക്കേണ്ട ദിവസമാകുമ്പോൾ പൈസ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ആകെ വിഷമിച്ച് അടക്കുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി അടയ്ക്കാൻ നിൽക്കാതെ നമ്മൾ എന്ത് ലോൺ എടുത്താലും നമ്മളത് എന്തെങ്കിലും തിരിച്ചടയ്ക്കാൻ അതിനൊരു മാർഗം കണ്ടെത്തിയിട്ട് ചെയ്യുക. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് അപ്പുറത്ത് കൊടുക്കുക, അപ്പുറത്തുനിന്ന് വേറൊരാളുടെ മേടിച്ച് അടുത്ത കൊടുക്കുക. ഇങ്ങനെ മേടിച്ച് ഒരു വലിയ കടക്കെണിയിലോട്ട് അങ്ങ് ചെന്ന് പതിക്കുമ്പോഴാണ് നമുക്ക് കഷ്ടകാല സമയമായി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാമില്ല, കഷ്ടകാലത്തിൽ എന്ത് ചെയ്താലും നേടത്തില്ല എന്നൊക്കെ പറഞ്ഞ് പരിതപിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അന്നേരം നമ്മളെന്താ ചെയ്യണം? നമ്മുടെ ബുദ്ധിക്ക് എന്തായാലും ഒരു കുഴപ്പവും വന്നിട്ടില്ലല്ലോ. അന്നേരം നമുക്ക് എന്ത് ചെയ്ത് നമുക്ക് നേടാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുക. 24 മണിക്കൂർ ഇപ്പോൾ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്ത് വീട്ടിലെ കാര്യം നോക്കി അങ്ങനെ ഇരിക്കേണ്ടതൊന്നും ഒരു കാര്യം ഇപ്പോഴത്തെ കാലത്തില്ല. പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്, ഓൺലൈൻ ആഭരണ നിർമ്മാണം ഉണ്ട്. പിന്നെ ഈ നമുക്ക് പരസ്യമൊന്നും കൊടുക്കാൻ ഇപ്പം വലിയ പാടില്ല. കാരണം വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മളുണ്ടാക്കുന്ന എന്തെങ്കിലും ഉൽപ്പന്നങ്ങളോ നമ്മളുണ്ടാക്കുന്ന അച്ചാറുകളെ അതേപോലെ ഇതൊക്കെ നമുക്ക് അതിലൊക്കെ ഇട്ട് പരസ്യം കൊടുക്കാമല്ലോ. ഞാനിത് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, വാങ്ങാൻ മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ എന്ത് വേണമെങ്കിലും നമുക്കിപ്പോൾ ആൾക്കാരിൽ എത്തിക്കുന്നതിന് ഒരു പാടുമില്ല. നമ്മുടെ സ്റ്റാറ്റസായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി. ഇപ്പം നാടൻ രീതിയിൽ എന്ത് കിട്ടിയാലും ആൾക്കാർ അത് വാങ്ങിക്കും. ഇപ്പം ഇനിയിപ്പോൾ ചക്കയുടെയൊക്കെ സീസണാകുമ്പോൾ ചക്ക വറുത്ത് കൊടുക്കുകയോ അതേപോലെ ഈ ചിപ്സ് ഉണ്ടാക്കി കൊടുക്കുകയോ കപ്പ ചിപ്സ് എല്ലാം ഉണ്ടാക്കി നമുക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ തലയിൽ ഇങ്ങനെ അത് താല്പര്യമുള്ളവർ, ഈ പാചകം ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചെയ്യാനുള്ള താല്പര്യം, ഈ പാചകവും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമൊക്കെ ഉള്ളവർക്ക്. അല്ലാത്തവർക്ക് അടുത്ത വേറെ എന്താണെന്ന് വെച്ചാൽ അവരത് നോക്കി അതിന് വേണ്ടിയിട്ടെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ തുണികളൊക്കെ ഇപ്പോൾ എല്ലാവരും മിക്കവാറും ആൾക്കാരും നമ്മുടെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും വലിയ വലിയ തുണിക്കടകളുടെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിനടുത്തൊക്കെ സ്വന്തമായിട്ട് ഒരാൾ തയ്ച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എന്തായാലും നാട്ടുകാർ അത് പ്രോത്സാഹിപ്പിക്കും, കുറേയൊക്കെ വാങ്ങിക്കുകയും ചെയ്യും, വാങ്ങിക്കാതിരിക്കത്തില്ല. പക്ഷെ നല്ലതായിരിക്കണം അത്. നമ്മൾ വാങ്ങിക്കുന്ന കസ്റ്റമറിന് നല്ല തൃപ്തി തോന്നണം. അതിനിപ്പോൾ ഫുഡായാലും പാചകമായാലും ആഹാരങ്ങളായാലും അതേപോലെ തയ്ച്ച് കൊടുക്കുന്നതായാലും എല്ലാം നല്ല മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളൊന്നും തളർന്നിരിക്കരുത്. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്ത് എന്തെങ്കിലും ഒരു ഫ്ലോപ്പായിപ്പോയെന്ന് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും അത് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമെന്ന് ആലോചിച്ചിട്ട് മറ്റൊരു ബിസിനസ്സെങ്കിലും ചെയ്ത് അതിനെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴെന്തായാലും അതിനൊരു വിജയം എന്നായാലും കാണും. അപ്പോൾ വീട്ടമ്മമാരായാലും അതേപോലെ തന്നെ തൊഴിലില്ലാതെ വീട്ടിലിരിക്കുന്ന ആൺകുട്ടികളായാലും എല്ലാവരും ഞാൻ പറയുന്നത്, ആൺകുട്ടികൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വെളിയിലോട്ട് ഇറങ്ങി അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. ഇച്ചിരി കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ. അന്നേരത്തേക്ക് നമുക്ക് എന്തെല്ലാം ചെയ്ത് നമുക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ വീട്ടമ്മമാർ വെറുതെ ഒന്നും ഇരിക്കാതെ അവരവർക്ക് എന്തൊക്കെയാണ് താല്പര്യമുള്ളത് അതിനെ കണ്ടെത്തി അവരവരുടെ കഴിവിന് പുതിയ സംരംഭങ്ങൾ ചെറിയ രീതിയിൽ ചെയ്യുക. ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് അതിനെ വലുതാക്കാൻ ശ്രമിക്കുക. അല്ലാതെ തുടക്കത്തിൽ തന്നെ കുറേ പൈസ കൊണ്ടുവന്ന് ലക്ഷങ്ങളൊക്കെ ചിലവാക്കി കടമുറിയൊക്കെ വാടകയ്ക്ക് എടുത്ത് ഭയങ്കര ഇതായിട്ടൊക്കെ തുടങ്ങിയിട്ട് അവസാനം അത് നല്ല രീതിയിൽ പോയില്ലെങ്കിൽ അത് ഭയങ്കര വിഷമമാവും. അതല്ലാതെ
ചെറിയ രീതിയിൽ തുടങ്ങി അത് നല്ല പേര് ഇതൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഒരു കടയൊക്കെ എടുത്ത് ചെയ്യാവുന്നുണ്ട്. അതുപോലെ പ്രിൻറ്റിങ് പ്രസ്, പിന്നെ DTP അങ്ങനെയൊക്കെ എടുക്കുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാടുണ്ട്. നമുക്ക് ആലോചിക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ കയറി നോക്കുകയൊക്കെ സൈറ്റുകളിലൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്. നമുക്ക് സപ്പോർട്ട് കിട്ടുന്ന ആൾക്കാരുമായിട്ടൊക്കെ ചേർന്ന് വേണമെങ്കിലും, ഒരേ ചിന്താഗതിയുള്ള ആൾക്കാർ ചേർന്ന് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല ഒറ്റയ്ക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ ചെയ്ത് വലിയ വലിയ സംരംഭകരായി മാറുക എന്നുള്ളതാണ്. അതുപോലെ പൈസയ്ക്കൊന്നും അന്നേരം യാതൊരു ബുദ്ധിമുട്ടും വരത്തില്ല. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു വിലയുണ്ട്. അതിനിപ്പോൾ ആരുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, ഭർത്താവിൻ്റെ കയ്യിലോ മക്കളുടെ കയ്യിലോ അല്ലെങ്കിൽ എല്ലാം പിന്നെ കൂട്ടുകാരൊക്കെ എന്ന് വെച്ചാൽ പൈസ ഉണ്ടെങ്കിൽ നല്ല സ്നേഹമായിരിക്കും, എല്ലാവരും കാണും. പൈസ ഇല്ലാതെ ഒന്ന് വരുമ്പോൾ 100 രൂപ പോലും കടം ചോദിച്ചാൽ ആരും തരത്തുമില്ല. അങ്ങനെയുണ്ട്. പിന്നെ കൊടുത്താൽ കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നെ അതൊരു വഴക്കിന് പോകണ്ടെന്ന് കരുതി ആൾക്കാർ കൊടുക്കത്തില്ല. ആദ്യമൊക്കെ 100 200 കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒട്ടും കൊടുക്കത്തില്ല. അപ്പോൾ ഒരു സമൂഹത്തിലൊരു വിലയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് സ്വന്തമായിട്ട് പൈസ ഏൺ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോഴാണ് നമുക്കും ഒരു ആത്മധൈര്യമൊക്കെ ഉണ്ടാവുകയും നമുക്കും അതുപോലെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ അങ്ങ് മാറിപ്പോക്കോളും. അതുകൊണ്ടാണ് എനിക്ക് ആ സിനിമയിൽ ഈ ഡയലോഗ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ഇതെല്ലാം പറയണമെന്ന് തോന്നിയത്. നിനക്കുള്ള കഷ്ടകാല സമയമെന്നല്ലേ ഉള്ളൂ, നിൻ്റെ ബുദ്ധിക്ക് കഷ്ടകാലമൊന്നും വന്നിട്ടില്ലല്ലോ. ബുദ്ധി പ്രയോഗിച്ച് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നാണ് ജയനാർദ്ദനെ നിവിൻ പോളിയോട് പറയുന്നത്. അതുകൊണ്ട് ഞാനും പറയുന്നതാ, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക, എങ്ങനെ നമുക്ക് സമൂഹത്തിൽ നല്ല രീതിയിൽ നല്ലൊരു ജീവിതം ചെയ്യാൻ സാധിക്കും. നമ്മൾ തന്നെയാണ് നമ്മളെ നന്നായിട്ട് കൊണ്ടുപോകുന്നതും ചീത്തയായിട്ട് കൊണ്ടുപോകുന്നതും. ഡൗണായിരിക്കുന്നതും നമ്മളാണ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കേണ്ടതും നമ്മളാണ്. പിന്നെ എപ്പോഴും നെഗറ്റീവ് ചിന്താഗതി, എന്ത് തുടങ്ങിയാലും അത് ശരിയാവുമോ, ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല, ഇങ്ങനെയൊക്കെ ഒരു മനോഭാവം വെച്ച് പുലർത്തരുത്. നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ ചെയ്യുക. അത് ദൈവം എന്തായാലും അതിന് കൂട്ടുനിന്ന് ശരിയാകും എന്നുള്ളത് തന്നെയാണ് ഇതൊരു പ്രതീക്ഷ എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുക. നമ്മൾ അധ്വാനിക്കുക, അതിനനുസരിച്ച് ദൈവം എന്തായാലും അതിനൊരു കണ്ടെത്തി തരും. ഇല്ലെന്നുള്ള അങ്ങനെ ചിന്തിച്ച് അതൊന്നും ചില ആൾക്കാരോടുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും പറയും അതൊന്നും ചെയ്താൽ ശരിയാകത്തില്ല, അതൊന്നും ചെയ്താൽ. എല്ലാവരെയും നമ്മളെ അങ്ങ് ചെയ്യാൻ തുടങ്ങുന്നവരെയും കൂടെ അങ്ങ് മനസ്സ് മടുപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പ്രോത്സാഹനം ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യണം. അത് വീട്ടിലുള്ളവരായാലും അങ്ങനെ. ചില ആൾക്കാർ വീട്ടിലുള്ളവരും അങ്ങനെ, ഞാനെന്നാൽ ഇത് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ഉടനെ പറയും, നിന്നെ കൊണ്ട് അതിനൊന്നും കൊള്ളത്തില്ല, നീ എൻ്റെ കാര്യം നോക്ക്, ഡ്രൈവിങ് പഠിക്കട്ടെ, ഡ്രൈവിംഗ് ഒന്നും പഠിക്കണ്ട, വണ്ടി കൊണ്ടിടിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ എപ്പോഴും മാനസികമായിട്ട് തളർത്തുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവരുമായിട്ട് അധികം ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവരെ അത് മനസ്സിലാക്കി കൊടുക്കുക, എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റും എന്നുള്ളത് അവരെ മനസ്സിലാക്കി കൊടുത്ത് നമ്മളൊരു ആത്മസംതൃപ്തി അടയുക എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് മനസ്സ് വിചാരിക്കും നമുക്ക് നടത്താൻ നല്ലൊരു കഴിവ് ഉണ്ട്. അത് നമ്മൾ കഴിവ് പുറത്തെടുക്കാത്തത് കൊണ്ടാണ്, പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ആ കഴിവ് നമ്മൾ പുറത്തെടുക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും വിചാരിച്ചിരിക്കേണ്ട. അവരവരിലുള്ള കഴിവുകൾ അവരവർ പുറത്തെടുക്കുക, നല്ല നല്ല സംരംഭങ്ങൾ ചെയ്യുക. നല്ല സംരംഭങ്ങൾക്ക് നല്ല പിന്തുണയുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ തലത്തിലായാലും എല്ലാത്തിലും നല്ല ലോണൊക്കെ കിട്ടും, നന്നായിട്ടത് കൊണ്ടുപോകാനും പറ്റും. അപ്പോഴത് തിരിച്ചടയ്ക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും നല്ല ഒരു പുതിയ ഒരു ജീവിതത്തിൽ എത്തിച്ചേരാൻ എല്ലാവർക്കും ദൈവം അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കഷ്ടകാല സമയമാണെന്ന് കരുതി തളർന്നിരിക്കാതെ ഉണർന്നെണീറ്റ് പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ച് നല്ല വിജയത്തിൽ എത്തിച്ചേരാൻ ഞാൻ ആശംസിക്കുന്നു. എൻ്റെ ഈ എളിയ വാക്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രചോദനം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.